എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ മനോഹാരിതയ്ക്ക് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. വിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്ദ്രിയ ജയത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ആ ഇന്ദ്രിയ ജയം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇമോഷണൽ ഇൻഡിപെൻഡൻസിനെയാണ്. എന്താണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ്? ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഈസ് ദ എബിലിറ്റി ടു റെഗുലേറ്റ് യുവർ ഓൺ ഫീലിംഗ്സ് ആൻഡ് ഫൈൻഡ് ഇന്നർ സ്റ്റെബിലിറ്റി വിതൗട്ട് റിലയിങ് ഓൺ അതേഴ്സ് ഫോർ വാലിഡേഷൻ ഓർ അപ്രൂവൽ. നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. അതിന് ഏറ്റവും ആവശ്യം ഇന്നർ സ്റ്റെബിലിറ്റിയാണ്. വൈകാരികതയ്ക്ക് അടിമപ്പെട്ട മനുഷ്യനും ബ്രേക്ക് പോയ വാഹനവും ഒരുപോലെയാണ്. ആത്മീയ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതമാകുന്ന നൗകയുടെ അമരക്കാരനായി ക്രിസ്തു ഉണ്ടായിരിക്കണം. ആത്മാവിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുകയും വേണം. വൈകാരിക അപക്വതയിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ഉത്കണ്ഠയാണ്. കർത്താവിൽ അടിയുറച്ച വിശ്വാസം ഉള്ളവനും സമർപ്പിതനായവനെയും ഒരു വികാരവും തീണ്ടുകയില്ല. എൻ്റെ ജീവിത വഴികളിൽ എൻ്റെ കർത്താവുണ്ടെന്നുള്ള വലിയ ആത്മബോധം നമ്മളെ കരുത്തുള്ളവരാക്കും. ടീച്ച് നാറ്റ് ഹാൻ എഴുതുന്നു, ഫീലിംഗ്സ് കം ആൻഡ് ഗോ ലൈക്ക് ക്ലൗഡ്സ് ഇൻ എ വിൻഡി സ്കൈ. കോൺഷ്യസ് ബ്രീതിങ് ഈസ് മൈ ആങ്കർ. വികാരങ്ങൾ ആകാശത്ത് മേഘങ്ങളെ പോലെ കാറ്റ് വീശിയടിക്കുമ്പോൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ ആത്മാവ് ദൈവത്തെ കണ്ടെത്തുന്നു, എൻ്റെ ഹൃദയം അവനിൽ ഉറച്ചിരിക്കും. എൻ്റെ മനസ്സിനെ ഇളക്കാൻ ഒരു പ്രലോഭനങ്ങൾക്കും ഒരു വികാരങ്ങൾക്കും കഴിയില്ല. കർത്താവിൻ്റെ ജീവിത ബലമാകുന്നു. ഒരു നിമിഷത്തെ വൈകാരിക അപക്വത കൊണ്ട് തകർന്നുപോയ എത്രയോ ബന്ധങ്ങൾ, എത്രയോ കുടുംബങ്ങൾ, എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. പളുങ്കുപാത്രം പോലെ മനോഹരമാണ് ജീവിതമെങ്കിലും അത് ദുർബലമാണ്. താഴെ വീണാൽ ഉടഞ്ഞു പോകും. അതിനെ ഉടച്ചു കളയുന്ന ഒരു പ്രതിസന്ധി വൈകാരിക അപക്വത തന്നെയാണ്. പ്രിയമുള്ളവരെ, ദൈവം ഏൽപ്പിച്ച ഈ മൂല്യമുള്ള ജീവിതത്തെ വൈകാരിക അപക്വത കൊണ്ട് ഉടച്ചു കളയണോ? പാടില്ല. കർത്താവിൽ മനസ്സർപ്പിക്കുക. യേശുവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുക. കരുത്തുള്ളവരായി കർത്താവിൽ മുന്നേറാൻ നമുക്ക് കഴിയട്ടെ. 139 സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുവാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്കിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, ഞങ്ങളെ അതിശയകരമായി അവിടുന്ന് സൃഷ്ടിച്ചിരിക്കാൻ അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും വൈകാരികമായ പ്രലോഭനക്കാറ്റുകളിൽ തളർന്നു പോകാതെ ആത്മാവിനെ ദൈവത്തിങ്കൽ അർപ്പിച്ച് പരിപൂർണമായ വിശ്വാസത്തോടെ മുന്നേറുവാൻ കൃപയാനുഗ്രഹങ്ങളും നൽകണമേ. കർത്താവെ, വൈകാരിക അപക്വതയിൽ ഞങ്ങൾ ഒരിക്കലും തകർന്നു പോകരുതേ. യേശുവിൽ അഭയം കണ്ടെത്തുവാൻ, കർത്താവിൽ വളരുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. ദുഷ്ടനെയും അവൻ്റെ തന്ത്രങ്ങളെ അതിജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.